ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു 1.5 നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. നല്ല വെളുത്ത പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകിയിട്ടുള്ള അരിയാണ്. ഇനി നമുക്ക് ഈ കഴുകിയിട്ടുള്ള അരിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.5 നാഴി അരിയാണ് എടുത്തത്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു. അതുപോലെ ഇനി 1 കപ്പ് ചോറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ചോറ് കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ഞാൻ സാധാ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ചിലരൊക്കെ തേങ്ങാ വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് സാധാ വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ അരിയുടെ ഒപ്പത്തിനൊപ്പമായിട്ടാണ്. അതാണ് അളവ്. ഒപ്പത്തിനൊപ്പം വെള്ളം ആഡ് ചെയ്തു. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ മിനിമം എങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുശേഷം രാവിലെ ഞാൻ എടുത്തിട്ട് ഇതുപോലെ മിക്സി കപ്പിലേക്ക് എടുത്തിട്ടുണ്ടത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മിക്സി കപ്പിൽ എടുത്തിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിത് അരക്കാൻ പോകുന്നത്. അതുപോലെ ഒരു ആവശ്യത്തിനുള്ള 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് ഞാൻ മാവ് അരച്ചെടുത്തത്. ഇനി നന്നായി അരച്ചെടുക്കണം. തരി പാടില്ല. അപ്പോൾ നന്നായി അരച്ചതിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ പഞ്ചസാരയും ഉപ്പും ആഡ് ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മൾ രാത്രി തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറോളം മാറ്റി വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ചട്ടിയിൽ ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കാനാവൂ. അപ്പോൾ 1 മണിക്കൂർ ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിട്ടുള്ള ആ വെള്ളം വെച്ചിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാലപ്പത്തിന്റെ ചട്ടി എടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒഴിക്കാൻ പോകുമ്പോൾ ചട്ടിയിലൊന്ന് എണ്ണ പുരട്ടണം. അതിനുശേഷമേ ആഡ് ചെയ്യാവൂ. പിന്നെ ഒഴിക്കുമ്പോൾ എണ്ണേൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ എണ്ണ പുരട്ടണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ റൗണ്ട് ചെയ്യാം. മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം അധികം വെക്കണം. അതിനുശേഷം സിമ്മിലാക്കിയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. ഒന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു നോക്കാം. ജസ്റ്റ് മാവ് ഒഴിക്കുന്നു. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതാ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് അരച്ചതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 1-2 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മളുടെ വെള്ളപ്പം. അപ്പോൾ ഇനി പാലപ്പം ഉണ്ടാക്കി ശരിയാത്തവർ ഇനി ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്. നല്ല സോഫ്റ്റായി കിട്ടും. നന്നായിട്ട് പതച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ സോഫ്റ്റാണിത്. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ അരച്ചെടുത്താലും മതി. തലേ ദിവസം തന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിത് ഇതുപോലെ മുരിഞ്ഞ അപ്പാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നാറുള്ളത്. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്